സെൻറ്റ് മാർഗ്രറ്റ് യു.പി. സ്കൂളിൻ്റെയും സെൻറ്റ് മാർഗ്രറ്റ് നഴ്സറി സ്കൂളിൻ്റെയും 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ അവതരിപ്പിക്കുവാൻ എന്നെ യോഗ്യയാക്കിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. 1892 ദേവദാസൻ മാക്കിൽ പിതാവിനാൽ സ്ഥാപിതമായ ഈ വിദ്യാലയം 133 വർഷങ്ങളായി അനേകായിരങ്ങൾക്ക് അറിവിൻ്റെ ആദ്യ അക്ഷരങ്ങൾ കുറിച്ച് മൂല്യബോധവും സന്മാർഗ ചിന്തയും പകർന്നു നൽകി നാടിൻ്റെ ദീപസ്തംഭമായി പ്രശോഭിക്കുന്നു. സ്ഥാപക പിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ ശിരസ്സു നമിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സെൻറ്റ് ജോർജ് ഫൊറോന വികാരി റവറൻഡ് ഫാദർ സാബു മാലിത്തുരുത്തേൽ, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി.കെ. പ്രദീപ്, സ്കൂൾ മാനേജർ റവറൻഡ് സിസ്റ്റർ സീലിയ എസ്.വി.എം., കൈപ്പഴ ഫൊറോനപ്പള്ളി അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഫാദർ സുമൽ ഇലവങ്കച്ചാലിൽ, പി.ടി.എ. പ്രസിഡന്റ് ശ്രീ ഡോക്ടർ തോമസ് മാത്യു, എം.ബി.ടി.എ. പ്രസിഡന്റ് ശ്രീമതി എൽ.സി. ഫിലിപ്പ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ, പ്രവേശനോത്സവം 2024 ജൂൺ 3-ാം തീയതി ഈ അധ്യയന വർഷത്തിലെ പ്രവർത്തനങ്ങൾക്ക് തിരിതെളിഞ്ഞു. വളരെ സന്തോഷത്തോടെ അണിഞ്ഞൊരുങ്ങിയ വിദ്യാലയത്തിലേക്ക് നവാഗതരെ ഹൈഡ്രജൻ ബലൂൺ നൽകി സ്വീകരിച്ച് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ആനയിച്ചു. തുടർന്ന് ഹൃദയാകൃതിയിൽ അവരെ അണിനിരത്തി ബലൂണുകൾ അനന്തവിഹായസിലേക്ക് പറപ്പിച്ചു. അതിനുശേഷം ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനം നടത്തപ്പെട്ടു. പ്രസ്തുത യോഗത്തിൽ സ്കൂൾ മാനേജർ റവറൻഡ് സിസ്റ്റർ സീലിയ എസ്.വി.എം. സ്വാഗതം ആശംസിച്ചു. നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി.കെ. പ്രദീപ് ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ പഞ്ചായത്ത് തല പ്രതിനിധികൾ എല്ലാവരും സന്നിഹിതരായിരുന്നു. നവാഗതർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും അവരെക്കൊണ്ട് ആ എന്ന അക്ഷരദീപം തെളിയിക്കുകയും ചെയ്തു. തുടർന്ന് സ്കൂളിൽ പുതിയതായി ആരംഭിച്ച സെൻറ്റ് മാർഗ്രറ്റ് നഴ്സറി സ്കൂളിൻ്റെ ഉദ്ഘാടനം കൈപ്പഴ ഫൊറോനപ്പള്ളി വികാരി റവറൻഡ് ഫാദർ സാബു മാലിത്തുരുത്തൽ നിർവഹിച്ചു. ഈ നഴ്സറി സ്കൂളിൻ്റെ ഗ്രാൻഡ് സ്പോൺസറായ ശ്രീ ജോർജ് മാതുരുത്തിൽ, അദ്ദേഹത്തിൻ്റെ അമ്മയും ഈ സ്കൂളിലെ അധ്യാപികയുമായിരുന്ന ശ്രീമതി മേരി ചാക്കോയുടെ സ്മരണയ്ക്കായി നൽകിയതാണ്. അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള നന്ദി ഈ അവസരം അറിയിക്കട്ടെ. ഇപ്പോൾ 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലായി 149 കുട്ടികളും നഴ്സറിയിൽ 14 കുട്ടികളും അധ്യയനം നടത്തുന്നു. നഴ്സറിയുടെ ഇൻചാർജായി സിസ്റ്റർ ജിയന്ന എസ്.വി.എം., ശ്രീമതി അശ്വിനി അമൽ എന്നിവർ സേവനം ചെയ്തു വരുന്നു. സ്റ്റാഫ് കൗൺസിൽ ഈ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ സീലിയ എസ്.വി.എമ്മിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്റ്റാഫ് കൗൺസിൽ ചേർന്ന് ചുമതലാ വിഭജനം നടത്തി. സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീമതി ചിന്നുമരിയ ഫിലിപ്പും എസ്.ആർ.ജി. കൺവീനറായി ശ്രീമതി ഗോൾഡ തോമസും തിരഞ്ഞെടുക്കപ്പെട്ടു. പി.ടി.എ. ജനറൽ ബോഡി മീറ്റിംഗ് ജൂലൈ 4 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ആദ്യത്തെ പി.ടി.എ. ജനറൽ ബോഡി മീറ്റിംഗ് നടത്തപ്പെട്ടു. ഏറ്റുമാനൂർ ജനമൈത്രി ബാറ്റ് പോലീസ് ഓഫീസറായ ശ്രീ ജോസഫ് തോമസ് പുതിയ തലമുറയിലെ മാതാപിതാക്കളും മക്കളും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. തുടർന്ന് പി.ടി.എ. പ്രസിഡന്റ് ശ്രീ ഡോക്ടർ തോമസ് മാത്യു, എം.ബി.ടി.എ. പ്രസിഡന്റ് ശ്രീ എൽ.സി. ഫിലിപ്പിനെയും 16 എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. തദവസരത്തിൽ സ്കൂളിനു വേണ്ടി നിസ്വാർത്ഥ സേവനം ചെയ്ത മുൻ പി.ടി.എ. പ്രസിഡന്റ് ശ്രീ സ്റ്റജോ സ്റ്റീഫൻ, എം.ബി.ടി.എ. പ്രസിഡന്റ് ശ്രീ രശ്മി പ്രദീപിനോടും ഈ സ്കൂളിൻ്റെ കടപ്പാട് അറിയിക്കുന്നു. ഒറ്റക്കെട്ടോടെ ഒരുമയോടെ നമ്മുടെ സ്കൂളിൻ്റെ നാനാവിധ പുരോഗതിക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പി.ടി.എ. കമ്മിറ്റിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഇവരാണ് ഞങ്ങളുടെ കരുത്ത് എന്ന അഭിമാനത്തോടെ പറയുവാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു. അക്കാദമിക പ്രവർത്തനങ്ങൾ, ഓഡിയോ ലൈബ്രറി ആൻഡ് വായനാ കളരി ജൂലൈ 9-ാം തീയതി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ഷാജി കണ്ണാലിയിൽ ഓഡിയോ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. ലിസണിംഗ് സ്കിൽ വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ആരംഭിച്ചത്. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ 10 വരെ ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിൽ കഥകൾ, കവിതകൾ കുട്ടികളെ കേൾപ്പിക്കുന്നു. തദവസരത്തിൽ മലയാള മനോരമ പത്രം സ്പോൺസർ ചെയ്ത ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയോട് ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. വെളിച്ചം കിസ് കുട്ടികളിൽ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായി വെളിച്ചം എന്ന പേരിൽ പ്രതിമാസ കിസ് നടത്തിവരുന്നു. എല്ലാ മാസവും അവസാന പ്രവൃത്തി ദിനത്തിൽ ദിനപത്രങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നൽകുന്നത്. LP, UP തരംതിരിച്ച കിസ് നടത്തി വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി വരുന്നു. LSS, USS പരിശീലനം 4-7 ക്ലാസ്സിലെ മികച്ച കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നു. 2024 LSS വിന്നറായ
വേദിക വിആറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. SRG യോഗങ്ങൾ. കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും എല്ലാ മാസവും ആദ്യ വ്യാഴാഴ്ച SRG യോഗം ചേർന്നു വരുന്നു. ഇതിലൂടെ കുട്ടികൾക്ക് ആവശ്യമായ പഠന പിന്തുണ നൽകി വരുന്നു. മികവുകൾ. കുട്ടികളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ച് ക്ലാസ്സിനുള്ളിലും പുറത്തുമായി പഠന പ്രവർത്തനങ്ങൾ ക്രമീകരിച്ച് വിവിധ വ്യവഹാര രൂപങ്ങളിലൂടെ അവതരിപ്പിച്ച് സ്കൂൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനും വ്യത്യസ്ത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള കഴിവ് വളർത്തുന്നതിന് വഴിയൊരുക്കുന്നു. സ്കൂൾ അസംബ്ലി. എല്ലാ ആഴ്ചയിലും ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഓരോ ക്ലാസിൻ്റെയും നേതൃത്വത്തിൽ അസംബ്ലി നടത്തിവരുന്നു. 1 മുതൽ 7 വരെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും പരിപാടികൾ അവതരിപ്പിക്കുന്നു. കിസ്, പത്രവാർത്ത, തോട്ട് ഓഫ് ദി ഡേ, മഹാത്മാരെ പരിചയപ്പെടുത്തൽ, എക്സസൈസ്, ജന്മദിനാഘോഷം, ദിനാചരണങ്ങൾ എന്നിവ ചില പ്രവർത്തനങ്ങളാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ അസംബ്ലി നടത്തിവരുന്നു. ക്ലാസ് PTA. ഓരോ ടേമിലും മിഡ് ടേം എക്സാം നടത്തി തുടർന്ന് ക്ലാസ് PTA നടത്തിവരുന്നു. കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായകമാകുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങൾ. റീഡിംഗ് റൂം. ജൂൺ 19 വായനാ ദിനത്തിൽ നവീകരിച്ച ലൈബ്രറിയുടെയും റീഡിംഗ് റൂമിൻ്റെയും ഉദ്ഘാടനം ശ്രീ കൈപ്പുഴ ജയകുമാർ നടത്തി. സ്കൂൾ മാനേജർ സ്റ്റൊസീലിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വായനാദിന പരിപാടികളും നടത്തപ്പെട്ടു. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം. PTA പ്രസിഡന്റ് ശ്രീ ഡോക്ടർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നാടൻപാട്ട് കലാകാരൻ, നാടക സംവിധായകൻ, ചിത്രകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ശ്രീ യേശുദാസ് PM ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് നാടൻപാട്ട് ശില്പശാല സംഘടിപ്പിച്ചു. സ്കൂളിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനവും തദവസരത്തിൽ നടത്തപ്പെട്ടു. കുട്ടികളെ യൂണിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഇക്വാലിറ്റി എന്നിങ്ങനെ 4 ഗ്രൂപ്പുകളായി തിരിച്ച് മത്സരങ്ങൾ നടത്തി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്നവർക്ക് വാർഷിക ദിനത്തിൽ എവറോളിംഗ് ട്രോഫിയും നൽകി വരുന്നു. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ. ഓഗസ്റ്റ് 9 പാർലമെന്ററി മോഡലിൽ സ്കൂൾ ഇലക്ഷൻ നടത്തുകയും സ്കൂൾ ലീഡറായി മാസ്റ്റർ ദേവരാമൻ KM, സ്കൂൾ ചെയർപേഴ്സണായി കുമാരി അൽന ഏലിയ അലക്സം തിരഞ്ഞെടുക്കപ്പെട്ടു. കളറിംഗ് മത്സരം. ഓഗസ്റ്റ് 12 ദീപികയുടെ ആഭിമുഖ്യത്തിൽ പ്രീ പ്രൈമറി, LP, UP വിഭാഗങ്ങളിലായി കളറിംഗ് മത്സരം നടത്തി വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. സ്പോർട്സ് ഡേ. ഈ വർഷത്തെ സ്പോർട്സ് ഡേ മാർഗരറ്റ്സ് മാരത്തോൺ ഓഗസ്റ്റ് 16 നടത്തപ്പെട്ടു. സ്റ്റാഫ് ടൂർ. അധ്യാപകർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ വാഗമണ്ണിലേക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചു. വളരെ നല്ല അനുഭവമായിരുന്നു. ഭവന സന്ദർശനം. എൻ്റെ കുട്ടികളെ അറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ എല്ലാ അധ്യാപകരും തങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഭവനം സന്ദർശിക്കുന്നു. സ്കൂൾ ആർട്സ് ഡേ. സിനിമാ പിന്നണി ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീ വിവേക് ഭൂഷൺ ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ മത്സരങ്ങൾ നടത്തുകയും ചെയ്തു. ഉല്ലാസയാത്ര. നവംബർ 25 LP വിഭാഗം എറണാകുളം മെട്രോ എന്നിവയും UP വിഭാഗം വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്കും വിനോദയാത്ര നടത്തി. ഇവ കുട്ടികൾക്ക് ഉല്ലാസദായകമായിരുന്നു.
തനത് പ്രവർത്തനങ്ങൾ. അക്ഷരവിളക്ക് പഠന പിന്തുണന പദ്ധതി. പഠന പിന്നോക്കക്കാർക്കായി പ്രത്യേക പരിശീലനം നൽകുന്നതിനായി അക്ഷരവിളക്ക് എന്ന പദ്ധതി ആവിഷ്കരിച്ചു. പ്രത്യേക മൊഡ്യൂൾ പ്രകാരമുള്ള ഈ പഠന പ്രവർത്തനങ്ങൾക്ക് ടെസി എബ്രാഹാം, BRC നിന്നുള്ള ജോമോൾ KV എന്നിവർ നേതൃത്വം നൽകി വരുന്നു. ഹരിത വിദ്യാലയം. ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയം പദ്ധതി മാതൃകാപരമായി നടപ്പിലാക്കിയ നീണ്ടൂർ പഞ്ചായത്തിലെ മികച്ച UP സ്കൂളായി വീണ്ടും സെന്റ് മാർഗ്രറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഫുട്ബോൾ പരിശീലനം. സ്കൂളിലെ അധ്യാപകരായ നിർമ്മൽ ജോയ്, ആശിഷ് ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ പരിശീലനം നടത്തിവരുന്നു. കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകിയ ചാമക്കാല സ്കൂൾ അധ്യാപകൻ ശ്രീ മെൽവിൻ റെജിയോടുള്ള നന്ദി അറിയിക്കുന്നു. കിൻഡർ ഫാം. ജൂൺ 21-ാം തീയതി പച്ചക്കറിത്തോട്ടത്തിന്റെ ഉദ്ഘാടനം കൃഷി ഓഫീസർ ജോസ്ന കുര്യന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK പ്രദീപ് പച്ചക്കറി തൈ നട്ട് ഉദ്ഘാടനം നടത്തി. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്കായി പച്ചക്കറി ലഭിച്ചത് വളരെ അഭിമാനത്തോടെ അറിയിക്കട്ടെ. മേളകൾ, നേട്ടങ്ങൾ. കാരാപ്പുഴയിൽ വെച്ച് നടത്തിയ സബ് ജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, കുടമാളൂരിൽ വെച്ച് നടത്തിയ സബ് ജില്ലാ കലോത്സവത്തിൽ UP വിഭാഗം സെക്കൻഡ് റണ്ണറപ്പ്, കോട്ടയം CMS സ്കൂളിൽ വെച്ച് നടത്തിയ സ്പോർട്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, ഇവയെല്ലാം ഞങ്ങളുടെ നേട്ടങ്ങളാണ്. ഇതിനായി കുട്ടികളെ ഒരുക്കിയ അധ്യാപകരെയും മാതാപിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നടപ്പിലാക്കിയ നൂതനാശയങ്ങൾ. സ്വാദ് 2K24. നാട്ടുരുചികളിലെ വൈവിധ്യങ്ങളെ ഉൾപ്പെടുത്തി സ്വാദ് 2K24 എന്ന പേരിൽ ഭക്ഷ്യമേള നടത്തി. ഭക്ഷ്യമേളയ്ക്ക് വേണ്ട വിഭവങ്ങൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവരികയും ആകർഷകമായ രീതിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അന്നേ ദിവസം തന്നെ മാതാപിതാക്കൾക്കായി അവിയൽ മത്സരം നടത്തുകയും ആശാ സോബിൻ, മനുമോൾ ബിജു എന്നിവർ യഥാക്രമം 1-2 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. കരാട്ടെ പരിശീലനം. കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഏതു സാഹചര്യത്തിലും സുരക്ഷിതരായിരിക്കുവാൻ രാജ്മോഹൻ സാറിന്റെ നേതൃത്വത്തിൽ എല്ലാ തിങ്കളാഴ്ചയും പരിശീലനം നടത്തിവരുന്നു. കോർണർ PTA. അർദ്ധവാർഷിക പരീക്ഷയോടനുബന്ധിച്ചുള്ള ക്ലാസ് PTA കോർണർ PTയായി 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചു. ഹെഡ്മിസ്ട്രസ് സ്കൂളിലെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളെക്കുറിച്ചും കുട്ടികളുടെ വളർച്ചയ്ക്ക് മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട പങ്കിനെക്കുറിച്ചും ക്ലാസ് എടുത്തു. കുട്ടികളുടെ പ്രോഗ്രാം, ഗെയിമുകൾ എന്നിവ മീറ്റിംഗിനെ മോടി പിടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തനങ്ങൾ. സ്നേഹത്തണൽ. ക്രിസ്മസ് പുതുവത്സരങ്ങളുടെ ഭാഗമായി നിർധനരായ അമ്മമാരെ സംരക്ഷിക്കുന്ന കുടമാളൂരിലെ ആശാഭവനിലേക്ക് സാധനങ്ങൾ ശേഖരിച്ചു നൽകി. മാതാപിതാക്കളും കുട്ടികളും അധ്യാപകരും ചേർന്ന ഈ പ്രോഗ്രാം വളരെ നല്ല അനുഭവമായിരുന്നു. ക്ലബ് പ്രവർത്തനങ്ങൾ. കുട്ടികളുടെ അഭിരുചികൾക്കനുസൃതമായി വിവിധ ക്ലബ്ബുകൾ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നു. സയൻസ്, സോഷ്യൽ സയൻസ്, ഗണിതം, എക്കോ ക്ലബ്, ഇംഗ്ലീഷ്, ഹിന്ദി, ടാലന്റ്, ഹെൽത്ത് എന്നിങ്ങനെ വിവിധ ക്ലബ്ബുകളിൽ കുട്ടികൾ അംഗങ്ങളാണ്. ഇതിൻ്റെ ചുമതല ഓരോ അധ്യാപകനും നൽകിയിരിക്കുന്നു. മാസത്തിലൊരിക്കൽ മീറ്റിംഗ് നടക്കുന്നു. ദിനാചരണങ്ങൾ. ഓരോ മാസവും കൂടുന്ന SRG മീറ്റിങ്ങുകളിൽ ആ മാസത്തെ ദിനാചരണങ്ങൾ പ്ലാൻ ചെയ്യുന്നു. പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈ നട്ട് പോസ്റ്റർ നിർമ്മിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വായനോത്സവം സംഘടിപ്പിച്ചു. യോഗാ ദിനാചരണത്തിൽ യോഗാസനങ്ങൾ പരിശീലിപ്പിച്ചു. ലഹരി വിരുദ്ധ ദിനത്തിൽ ഫ്ലാഷ് മോബ്, സ്കിറ്റ് എന്നിവയിലൂടെ അന്നേ ദിവസത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി.
സ്വാതന്ത്ര്യദിനാഘോഷം. കൈപ്പഴപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് വെള്ളാപ്പള്ളിക്കുഴി പതാക ഉയർത്തിയ യോഗത്തിൽ വിമുക്ത ഭടന്മാരെ ആദരിക്കൽ, മികച്ച കർഷകരെ ആദരിക്കൽ, മാസ്റ്ററിൽ, ഫ്ലാഷ് മോബ്, ചുമർപത്രികാ നിർമ്മാണം, ഫ്രീഡം വാൾ ഓഫ് കോട്ട് എന്നിവ സ്വാതന്ത്ര്യദിന പരിപാടികളിൽ പ്രധാന ആകർഷണങ്ങളായിരുന്നു. ദേശീയ അധ്യാപക ദിനം. സെപ്റ്റംബർ 3-ാം തീയതി കുട്ടികൾ അധ്യാപകരെ ആദരിച്ചു. അധ്യാപകർക്ക് പൂക്കൾ നൽകിയും പൊന്നാടി അണിയിച്ചും സ്നേഹദീപം തെളിച്ചും തങ്ങളുടെ സ്നേഹം അവർ പ്രകടിപ്പിച്ചു. അന്ന് കുട്ടി അധ്യാപകരാണ് ക്ലാസ് നയിച്ചത്. ഓണനിലവ് 2K24. ഓണാഘോഷം വളരെ ആർഭാടമായി ഘോഷിച്ചു. കുട്ടികൾ, അധ്യാപകർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർക്കായി പ്രത്യേക മത്സരങ്ങൾ നടത്തപ്പെട്ടു. സ്കൂൾ മാനേജർ സിസ്റ്റർ സീലിയ ഓണ സന്ദേശം നൽകി. ഫാലിമി ഓൺലൈൻ പാട്ട് മത്സരവും ഇതിൻ്റെ ഭാഗമായിരുന്നു. കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യ സ്പോൺസർ ചെയ്ത മയിലാടുംപാറയിൽ കുര്യാക്കസിനോടും ഫാമിലിയോടും നന്ദി അറിയിക്കുന്നു. കേരളപ്പിറവി ദിനാചരണം. കേരളപ്പിറവി സന്ദേശവും വയനാട് ദുരന്തത്തിൻ്റെ അനുസ്മരണവും ഉൾപ്പെടുത്തി കേരളപ്പിറവി സന്ദേശയാത്ര സെൻറ് മാത്യൂസ് LP സ്കൂൾ, സെൻറ് ത്രേസ്യാസ് LP സ്കൂൾ, സെൻറ് മൈക്കിൾസ് LP സ്കൂൾ നീണ്ടൂർ എന്നിവിടങ്ങളിലേക്ക് നടത്തി. ശിശുദിന ആഘോഷം. പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ശിശുദിന റാലി, ചാച്ചാജി മത്സരം എന്നിവയും ഈ ദിനത്തെ ആകർഷണീയമാക്കി. പഞ്ചായത്ത് തല ശിശുദിന മത്സരങ്ങളിൽ UP വിഭാഗം നാടൻപാട്ടിന് 1ാം സ്ഥാനവും ചിത്രരചനയിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഈ കുട്ടികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഭിന്നശേഷി ദിനാചരണത്തിൽ പ്രത്യേക അസംബ്ലി നടത്തുകയും ഭിന്നശേഷി സൗഹൃദ വിദ്യാലയം എന്ന വിഷയത്തിൽ ഉപന്യാസ മത്സരം നടത്തി വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. അന്താരാഷ്ട്ര മില്ലറ്റ് ദിനത്തിൽ LP വിഭാഗം മില്ലറ്റ് ഉപയോഗിച്ചുള്ള സ്നാക്സ് പ്രദർശനവും പോസ്റ്റർ മത്സരവും നടത്തി. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശ്രീമതി ജോമോൾ KV ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ക്രിസ്മസ് ആഘോഷം. സാങ്ടാറിങ്സ് സംഘടിപ്പിച്ചു. കരോൾ ഗാനവുമായി സെൻറ് മാത്യൂസ് LPS, സെൻറ് തോമസ് അസൈലം എന്നിവിടങ്ങളിൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. വിവിധ മത്സരങ്ങൾ കുട്ടികൾക്കായി നടത്തപ്പെട്ടു. ബോധവൽക്കരണ ക്ലാസുകൾ. ശുചിത്വശീലങ്ങൾ, പോഷകാഹാരം, കൗമാര വിദ്യാഭ്യാസം, വിഷബാധ, ഫൈറ്റ് ദ ബൈറ്റ് എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിവിധ സമയങ്ങളിൽ ക്ലാസുകൾ നൽകി ബോധവാന്മാരാക്കി. ഇതിനായി സഹായിച്ച ഓണന്തുരുത്ത് PHC ഹെൽത്ത് സെൻറ്റർ, ഗാന്ധിനഗർ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. മർഗരീത്ത ഫുട്ബോൾ ടൂർണമെൻറ്റ് സീസൺ 1 ഈ വർഷം മുതൽ നമ്മുടെ സ്കൂളിൽ ആരംഭിച്ചു.
വിജയികൾക്കുള്ള എവർ ഡോളിംഗ് ട്രോഫി സ്പോൺസർ ചെയ്ത 2024-25 വർഷത്തിലെ നമ്മുടെ 7ാം ക്ലാസ് കുട്ടികളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. 2009-10 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളാണ് LED വാൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. 9 പേരോടും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. ഒപ്പം ജീവിത വിജയത്തിനാവശ്യമായ എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. സ്കൂളിൻ്റെ വളർച്ചയെ ലക്ഷ്യമാക്കി ഇതിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു. സ്കൂളിൽ നിലവിലുള്ള വിവിധ എൻഡോവ്മെൻറ്റുകൾ നൽകിയ 26 പേരെയും ഒപ്പം NC മേരി കണിയാമ്പറമ്പലിൻ്റെ സ്മരണയ്ക്കായി 7ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ കണക്കിന് മാർക്ക് കിട്ടുന്ന കുട്ടിക്കായി 25,500 രൂപയുടെ എൻഡോവ്മെൻറ്റ് നൽകിയ വിവരം ഏറെ സന്തോഷത്തോടെ അറിയിക്കട്ടെ. കുട്ടികൾക്കായി അക്വാ വാട്ടർ പ്യൂരിഫയർ നൽകിയ ബ്ലോക്ക് പഞ്ചായത്തിനോടും നന്ദി അറിയിക്കുന്നു. സ്കൂളിൻ്റെ ഏതൊരാവശ്യത്തിനും ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്ന നമ്മുടെ മഠത്തിലെ മദർ, സിസ്റ്റേഴ്സ്, സഹോദര സ്ഥാപനങ്ങളായ മാർ മാക്കിൽ പബ്ലിക് സ്കൂൾ, സെൻറ്റ് ജോർജ് VHS, സെൻറ്റ് മാത്യൂസ് LPS എന്നിവിടങ്ങളിലെ പ്രഥമ അധ്യാപകർ, അനധ്യാപകർ എല്ലാവരോടുമുള്ള നന്ദി വാക്കുകൾക്ക് അതീതമാണ്. ഈ സ്കൂളിലെ ചാലകശക്തികളായ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രിയ കുട്ടികൾക്കും ഈ ആഘോഷ പരിപാടികൾ ഏറ്റവും ഭംഗിയായി തീർക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഇവിടെ എത്തുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഉറപ്പുവരുത്തുന്ന ഒരു മികവിൻ്റെ കേന്ദ്രം തന്നെയാണിതെന്ന് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുവാൻ സാധിക്കട്ടെ. മത്സരാധിഷ്ഠിത ലോകത്തിൽ അതിജീവനത്തിനാവശ്യമായ അറിവും പ്രാപ്തിയുമുള്ള തലമുറകളെ വാർത്തെടുക്കുവാൻ ഈ വിദ്യാലയമുത്തശ്ശിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ശുഭപ്രതീക്ഷയോടെ ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ സാദരം സമർപ്പിക്കുന്നു എന്ന് ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ നീമ SVM.